മൂന്നാം വട്ടവും കസേരയിലേക്കെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയും ടീമും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒന്നാം വട്ടവും രണ്ടാം വട്ടവും ഒക്കെ കാണിച്ചതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ലെന്നാണ് പൊതുജനം പറയുന്നത്. എന്തിന്? രണ്ടാം പിണറായി സർക്കാർ CM വിത്ത് മീ എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന്റെ അവസാന നാളുകളിൽ ആവേശത്തോടെ തുടങ്ങിവെച്ച പലതും ഇപ്പോൾ പകുതി വഴിയിലും വെള്ളത്തിലുമായി, വെള്ളത്തിൽ വരച്ച വര പോലെയായെന്നൊക്കെയാണ് പരിഹാസ വിമർശനം. പ്രതിപക്ഷം മാത്രമല്ല, പൊതുജനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വലിച്ചു കീറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ. CM വിത്ത് മീ ഇനി പൂട്ടിക്കെട്ടുന്നതായിരിക്കും നല്ലത്, അങ്ങനെയെങ്കിൽ കുറച്ച് പൈസയെങ്കിലും സർക്കാരിന് ലാഭിക്കാമല്ലോ എന്നാണ് പൊതുജനങ്ങളുടെ ഉപദേശം. മാത്രമല്ല, ഇറാൻ അമേരിക്ക സംഘർഷ വിഷയത്തിൽ, ഖമേനിയുടെ വിഷയത്തിൽ അമേരിക്കയെ വലിച്ചു കയറുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് അമേരിക്കൻ മലയാളികൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്, എന്നാൽ പിന്നെ ഇറാനിൽ പോയങ്ങ് ചികിത്സിച്ചുകൂടെ? അമേരിക്കയിലേക്ക് എന്തിന് അസുഖം വരുമ്പോൾ കെട്ടും കെട്ടി വരുന്നുവെന്ന്. രണ്ട് ചോദ്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനോട് സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനം ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, എന്നിട്ടിപ്പോൾ പവനായി ശവമായി എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം, വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സർക്കാരും ആഘോഷത്തോടെ തുടങ്ങിയ CM വിത്ത് മീ എന്തായി എന്നാണ് പുതിയ ചോദ്യം. ഒരു പരിഹാരവുമില്ലാതെ കിടക്കുകയാണ് CM വിത്ത് മീ എന്നും നിർത്തിക്കൂടെ എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ ചോദ്യം. ഒരു പ്രയോജനവുമില്ലാതെ ഇങ്ങനെ ഒരു CM വിത്ത് മീ നടത്തിയാൽ സാമ്പത്തിക നഷ്ടം മാത്രം മിച്ചമെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം, പരിഹാസം. 24 മണിക്കൂറും പ്രവർത്തന നിരതമായ സിറ്റിസൺ കോൾ സെന്ററൊക്കെ സ്ഥാപിച്ചിട്ടും എന്തും പ്രയോജനമെന്നാണ് ചോദ്യം. 20 കോടിയാണ് ഇതിന്റെ നടത്തിപ്പിനായി സർക്കാർ മാറ്റിവെച്ചത്. ഒരു പ്രയോജനവും പൊതുജനങ്ങൾക്ക് ലഭിക്കാത്ത പരിപാടി അവസാനിപ്പിച്ചാൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് മോചനമെങ്കിലും കിട്ടുമെന്നാണ് പൊതുജനങ്ങളുടെ വിമർശനം. ഒരു പരിഹാരവുമില്ലാതെ CM വിത്ത് മീ നിർത്തിക്കൂടെ എന്ന് പരാതിക്കാർ. പരിഹാരമുറപ്പെന്ന പേരിൽ ആരംഭിച്ച CM വിത്ത് മീ അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പൊതുജന പരാതി പരിഹാര സെന്ററിൽ നൂറുകണക്കിന് പരാതികൾ പരിഹാരമില്ലാതെ കെട്ടിക്കിടക്കുന്നതായി പരാതി. ജനങ്ങളെ പരിഹാസ്യരാക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നു. പരാതി നൽകിയവരെ 48 മണിക്കൂറിനുള്ളിൽ സ്വീകരിച്ച നടപടി സംബന്ധിച്ച് വിവരം അറിയിക്കുമെന്നാണ് CM വിത്ത് മീയിൽ നിന്നും കിട്ടുന്ന വിവരം. എന്നാൽ പരാതിക്കാർക്ക് റഫറൻസ് നമ്പർ ലഭിക്കുന്നതല്ലാതെ നൽകിയ പരാതികളിൽ ഒരു പരിഹാരവും ലഭിച്ചിട്ടില്ലെന്നുള്ളതാണ് വിവിധ ജില്ലകളിലെ പരാതിക്കാർ ആരോപിക്കുന്നത്. പരാതിക്കാരുടെ ആവലാതികളിൽ പലതും പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ കെട്ടിട നിർമ്മാണ ലേബർ സെസ് നിർണയ അപാകത, അനുമതിയില്ലാതെയുള്ള നിർമ്മാണങ്ങൾ, സർക്കാരിനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം, കേസ് സ്മാർട്ട് പരാതികൾ, ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിൽ കാണിക്കുന്ന വീഴ്ചകൾ, വാളയാർ HIV പരിശോധനാ കേന്ദ്രം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത, മലപ്പുറം നെടുങ്കയം ഇരുമ്പ് പാലത്തിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിൽ വനം വകുപ്പിന്റെ അനാസ്ഥ തുടങ്ങി നിരവധി പരാതികൾ തുടക്കത്തിലെ നൽകിയതാണെന്ന് പരാതിക്കാർ പറയുന്നു. ഇപ്പോഴും വിളിച്ചു ചോദിച്ചാൽ നോഡൽ ഓഫീസർ പരിശോധിക്കുന്നുണ്ടെന്ന പരിഹാസ്യ മറുപടിയാണ് കിട്ടുന്നത്. 48 മണിക്കൂറിനുള്ളിൽ പരമാവധി പരിഹാരമെന്ന ഉറപ്പാണ് 6 മാസം കഴിഞ്ഞിട്ടും പരിഹരിക്കപ്പെടാത്തത്. പരാതി പരിഹരിക്കാതെ പരിഹരിച്ചതായുള്ള അറിയിപ്പ് നൽകി പരാതിക്കാരെ CM വിത്ത് മീ തെറ്റിദ്ധരിപ്പിച്ചെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ CM വിത്ത് മീയിലേക്ക് ആരും പരാതി അയച്ച് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കരുതെന്നാണ് പരാതി നൽകി നിരാശരായവർ അറിയിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയിലും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുക, പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സെപ്റ്റംബറിലാണ് CM വിത്ത് മീ എന്ന നൂതന പരിപാടി ആരംഭിച്ചത്. തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ് ഇതിന്റെ ഓഫീസ്. പൊതുജന പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും മറ്റുമായി 24 മണിക്കൂറും പ്രവർത്തന നിരതമായ സിറ്റിസൺ കോൾ സെന്ററാണ് ഇവിടെയുള്ളത്. 20 കോടിയാണ് ഇതിന്റെ നടത്തിപ്പിനായി സർക്കാർ മാറ്റിവെച്ചത്. ഒരു പ്രയോജനവും പൊതുജനങ്ങൾക്ക് ലഭിക്കാതെ ഈ പരിപാടി അവസാനിപ്പിച്ചാൽ സർക്കാരിന് ഇതുമൂലമുണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് പൊതുജന അഭിപ്രായം. ഖമേനിയുടെ പേരിലുള്ള പിണറായിയുടെ വിലാപം ഇരട്ടത്താപ്പെന്ന വിമർശനം. എങ്കിൽ US ചികിത്സയ്ക്ക് വരുന്നത് നിർത്തൂ എന്ന് പൊട്ടിത്തെറിച്ച് US മലയാളി. ആയത്തുള്ള അലി ഖമേനിയുടെ പേരിൽ പിണറായി വിജയൻ നടത്തുന്ന വിലാപം ഇരട്ടത്താപ്പാണെന്ന് പ്രതികരിച്ച അമേരിക്കൻ മലയാളിയായ പ്രദീപ്. ആയത്തുള്ള അലി ഖമേനിയുടെ പേരിൽ പിണറായി നടത്തുന്ന പ്രതികരണം, CPMന്റെ വിലാപങ്ങളോട് പ്രതികരിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുന്നത്. അത്രയ്ക്ക് അമേരിക്കയെ പിണറായിക്ക് വെറുപ്പാണെങ്കിൽ എന്തിനാണ് വിദഗ്ധ ചികിത്സ തേടി അമേരിക്കയിലേക്ക് വരുന്നതെന്നാണ് ഒരു ചോദ്യം. ഞായറാഴ്ച പിണറായി നടത്തിയ പ്രതികരണത്തിൽ ഇസ്രയേലിനെയും US തെമ്മാടി രാജ്യങ്ങളെന്നാണ് വിളിച്ചത്. ഇതാണ് അമേരിക്കൻ മലയാളിയെ ചുടിപ്പിച്ചത്. അമേരിക്കയെക്കുറിച്ച് അത്രയും മോശമായ ഭാഷയിലാണ് പിണറായി ചീത്ത പറഞ്ഞത്. ഇനി അടുത്ത അസുഖം വരുമ്പോഴും ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇനി ചികിത്സയ്ക്ക് ഖമേനിയുടെ ഇറാനിലോ കമ്മ്യൂണിസ്റ്റ് ചൈനയിലോ പോയിക്കൂടെ എന്നാണ് അമേരിക്കൻ മലയാളി ഉയർത്തുന്ന ചോദ്യം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഇരട്ടത്താപ്പ് എന്തിനാണ്? എന്തായാലും ആണവായുധം ഉണ്ടാക്കുക എന്ന ഇറാന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമല്ല, അത് ഇസ്രായേൽ എന്ന രാജ്യത്തെ തകർക്കാനാണെന്നാണ് ചിലരുടെ വിമർശനം. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിനെതിരെയാണ് അമേരിക്ക ആക്രമിച്ചത്. ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ ആദ്യം ഇസ്രായേലിനെ ആക്രമിക്കും. അത് കഴിഞ്ഞാൽ അവർ ആണവായുധം കശ്മീരിലെ
ഷിയ മുസ്ലിങ്ങൾക്ക് കൊടുക്കും ഇന്ത്യ ആക്രമിക്കാനെന്നാണ് അമേരിക്കൻ മലയാളിയുടെ വിമർശനം.